നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ബ്രെയിൻ. അതുകൊണ്ട് തന്നെ ബ്രെയിനിൻ്റെ ആരോഗ്യം എല്ലായ്പ്പോഴും നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ബ്രെയിൻ ശരിയായി പരിപാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് തടസ്സമുണ്ടാക്കാനും കാരണമാവും. പൊതുവെ പ്രായത്തിനനുസരിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരാറുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ വാർദ്ധക്യത്തിൽ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ മസ്തിഷ്ക രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. എങ്കിലും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ജീവിതശൈലിയും പിന്തുടരുന്നതിലൂടെ പ്രായമാകൽ മൂലമുണ്ടാവുന്ന ബ്രെയിനിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ കഴിയും. ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനായി ജീവിതശൈലിയിൽ പാലിക്കേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് എന്നിവ ഉൾപ്പെടെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ വിവിധതരം ഭക്ഷണങ്ങളുണ്ട്. ഈ ഭക്ഷണങ്ങളിലെ ആൻറ്റി ഓക്സിഡൻസ് ഓർമ്മ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളുടെ ഫലങ്ങൾ തടയുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യും. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഡിമെൻഷ്യ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഓർമ്മ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, പ്രായാധിക്യം മൂലമുണ്ടാവുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനം കുറയുന്നത് തടയാനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, അതുപോലെ സാൽമൺ, അയല, മത്തി, ചൂര ഇവയിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പുക വലിക്കുന്നവർ അത് ഉപേക്ഷിക്കുക. കാരണം തലച്ചോറിൻ്റെ കോർട്ടിക്സിൽ ചുരുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പുകവലി ശീലമാക്കിയാൽ. അത് ചിന്തിക്കാനും ഓർമ്മിക്കാനും സംസാരിക്കാനും ഗ്രഹിക്കാനും ഒക്കെ ഉള്ള കഴിവുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കോർട്ടെക്സ്. റെഗുലറായിട്ട് പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇത് തലച്ചോറിൻ്റെ കോർട്ടെക്സിന് കേടുപാടുകൾ വരുത്തുന്നത് മാത്രമല്ല പ്രശ്നം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളായ സ്ട്രോക്ക്, ബ്രെയിൻ അന്യൂറിസം, ഡിമെൻഷ്യ ഇവയൊക്കെ വരുത്താനുള്ള ചാൻസും കൂടുതലാണ്. മറ്റൊന്നാണ് ആവശ്യത്തിന് വ്യായാമം ചെയ്യുക എന്നത്. ഓക്സിജൻ അടങ്ങിയ രക്തം തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നതിൽ രക്തക്കുഴലുകളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ റെഗുലറായിട്ടുള്ള ഒരു വ്യായാമം നല്ലതാണ്. സ്ഥിരമായിട്ടുള്ള നടത്തം അല്ലെങ്കിൽ ജോഗിംഗ് പോലുള്ള വ്യായാമങ്ങൾ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 30 മുതൽ 45 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ഹെവി എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നടത്തം തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പുതിയ നാഡീകോശങ്ങളുടെ വികാസത്തിനും തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും വ്യായാമം സഹായിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പഞ്ചസാരയുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നത്. പഞ്ചസാര ചേർത്ത ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് തലച്ചോറിൻ്റെ ഷോർട്ട് ടേം മെമ്മറിയെ ബാധിക്കാറുണ്ട്. ഇത് ഷോർട്ട് ടേം മെമ്മറി നിയന്ത്രിക്കുന്ന ഭാഗത്തെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അധികമായിട്ട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. പഞ്ചസാരയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നത് ആരോഗ്യമുള്ള തലച്ചോറിനെ നിലനിർത്താൻ മാത്രമല്ല, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെയധികം നല്ലതാണ്. അതുപോലെ ആവശ്യത്തിന് ഉറക്കം ലഭിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന് ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നതും വളരെ പ്രധാനമാണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്താനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് ആവശ്യത്തിന് വിശ്രമം എടുക്കുക എന്നുള്ളത്. ഇത് ഓർമ്മ ശക്തിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, മതിയായ ഉറക്കം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ പകൽ ഉറങ്ങുന്നതും ബ്രെയിനിന് അത്ര നല്ലതല്ല. രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങാനും രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ എപ്പോഴും സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലൂടെയും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിലൂടെയും ഡിമെൻഷ്യയുടെ നിരക്ക് കുറയ്ക്കാൻ കഴിയും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ അടുത്ത കുടുംബാംഗങ്ങളുമായോ ഇടപഴകുന്നതും അതുപോലെ മെൻ്റലി നമുക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്നവരുമായിട്ടും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുമായിട്ടും ഇടപഴകുന്നത് എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.